Hello students, so welcome back. So we were discussing about the preparations of soil, is it? So what are the methods that we are going to do while doing an agriculture or farming? So what are the main things that we have to do and that should ensure the growth of the crops also? So അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊരു ഫാമിംഗ് മെത്തഡ് തുടങ്ങുമ്പോൾ നമ്മൾ കുറേ സ്റ്റെപ്സ് നേരത്തെ പരിചയപ്പെട്ടു അല്ലേ? അപ്പൊ അതൊന്ന് ബ്രീഫായിട്ടാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടല്ലേ ഉള്ളൂ. എന്ന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിന്റെ എല്ലാ എലമെന്റ്സും നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ യു ആർ റെഡി മൈ ഡിയർ സ്റ്റുഡൻസ്? യു ആർ റെഡി? Is it? So it's an important area that you need to learn. So you are ready with the pen and book? Is it, dear students? So let's get started with that. That is the preparation of soil. What is the topic? Preparation of soil. എങ്ങനെയാണ് സോയിൽ പ്രിപ്പയർ ചെയ്യുക? നമ്മൾ ആണോ സോയിൽ ഉണ്ടാക്കുന്നത്? അതാണോ ഈ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല. എന്താണ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്ന് പറയുമ്പോൾ, നമ്മളൊരു ക്രോപ്പ് നടുമ്പോൾ, ഒരു ക്രോപ്പ് പ്ലാന്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട സോയിലിൽ എന്തൊക്കെ പ്രിപ്പറേഷൻ ആണോ സോയിലിൽ ചെയ്യേണ്ടത്, ലൈക്ക് വാട്ട് ആർ ദ തിങ്സ്, അത് നമ്മൾ സോയിൽ എന്താ പറയാ, മുകളിലെ സോയിൽ ഒന്ന് ഫ്ലോ ചെയ്തെടുക്കണം, എന്നിട്ട് അതിന്റെ എയർ സർക്കുലേഷനും ഏരിയേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് അവിടെ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമാണ് അതിന് എൻറിച്ച്മെന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുള്ളൂ മക്കളെ. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ്, അതായത് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മളെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നില്ലേ, അതേപോലെ ആ പ്ലാന്റ് ഗ്രോ ചെയ്യാൻ വേണ്ടി സോയിൽ എടുക്കേണ്ട. സോയിലിനെ ആര് എടുത്തു കൊടുക്കണം? നമ്മൾ എടുത്തു കൊടുക്കണം കേട്ടോ, ഫാമേഴ്സ് എടുത്തു കൊടുക്കണം. എന്നാൽ മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? സോ വാട്ട് ആർ ദ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ? എന്തൊക്കെയാണ് സോയിൽ പ്രിപ്പറേഷന്? നമ്പർ 1 ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത്? പ്ലോയിങ് അഥവാ ടില്ലിങ്. പ്ലോയിങ് അഥവാ ടില്ലിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ആണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. അതിൽ ഈ പ്ലോയിങ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്ലോ ചെയ്യുക, ഉഴുതിടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മൾ ലാൻഡ്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ലാൻഡ്, അത് ഇൻ കേസ് നമുക്ക് ഒരു ക്ലീൻ, ഒരു പരന്ന ഒരു ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ലാൻഡിൽ നമുക്ക് ഒരു സോയിൽ, ഒരു പ്ലാന്റ് പ്ലാൻ ചെയ്യണമെങ്കിൽ അവിടെ സോയിൽ ഇങ്ങനെ ക്രിസ്പായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഉറച്ചു നിൽക്കുക എന്ന് പറയില്ല നമ്മൾ, ആ രീതിയിലാണ് ഉണ്ടാവുക. സോ അറ്റ് ദ ടൈം വാട്ട് വി നീഡ് ടു ഡു, വി നീഡ് ടു പ്ലോ ദം. എന്തിനു വേണ്ടിയിട്ട്? ഇങ്ങനെ ജസ്റ്റ് ടേക്കിംഗ് ദ അപ്പർ സോയിൽ, അപ്പർ പാർട്ട് ഓഫ് ദി സോയിൽ നമ്മൾ പല ഇൻസ്ട്രുമെന്റ്സും പല ടൂൾസും ഉപയോഗിച്ചിട്ട് ഡിഗിങ് ചെയ്യുക. ഹോ, പ്ലോ, അതേപോലെ തന്നെ കൾട്ടിവേറ്റർ, ഈ കണക്കുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഉപയോഗിച്ചിട്ട് ലാൻഡിനെ എന്ത് പറ്റും, മുകളിൽ ലെയറുള്ള സോയിൽ, അതായത് സർഫേസ് ലെവലുള്ള സോയിലിനെ നമ്മൾ ടേക്ക് ഔട്ട് ചെയ്യും. ടേക്ക് ഔട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കും? അതിലുള്ള അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എയർ സർക്കുലേഷൻ കിട്ടും. അപ്പൊ ന്യൂട്രിയൻസ് പുറത്ത് പ്ലാന്റിന് ഡയറക്ട്ലി കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതേപോലെ മറ്റുള്ള മൈക്രോ ഓർഗാനിസം, എർത്ത് വോംസ് പോലെയുള്ള ഫാമേഴ്സ് എന്താണ് എർത്ത് വോം അല്ലേ? അപ്പൊ എർത്ത് വോംസിനൊക്കെ ഉള്ള ഗ്രോത്ത്, ഏരിയേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ പ്ലാന്റിന് കുറച്ചും കൂടി ന്യൂട്രീഷൻ എൻറിച്ച്മെന്റ് ലഭ്യമാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ? പ്ലോയിങ് അഥവാ ടില്ലിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സോ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? പ്ലോയിങ്ങും ടില്ലിങ്ങും പറ. So we are doing plowing or tilling for what purpose? For getting the soil more enriched. Enriched ആയിട്ടുള്ള സോയിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കോൺസെപ്റ്റ് പിടികിട്ടുന്നുണ്ടോ മക്കളെ? ഓക്കെ അല്ലേ? യു റെഡി വിത്ത് ദ കോൺസെപ്റ്റ്? ഇസ് ഇറ്റ്? ഓക്കെ. സോ പ്ലോയിങ് നോക്കൂ, പ്ലോയിങ് അഥവാ ടില്ലിങ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഇൻസ്ട്രുമെന്റ്സ് അഥവാ ടൂൾസ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടൂൾസ് എന്തൊക്കെയാണ്? ഇതൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒക്കെയാണിത്. ടൂൾസിൽ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാൻ എന്താണ്? ഹോ. ഹോ എന്ന് പറയുന്ന സ്പെല്ലിംഗ് നോക്ക്, HOE. ഹോ എന്ന് പറയുന്നത് എന്താണ്? ഇനി അത് കഴിഞ്ഞിട്ട് പ്ലോ, അടുത്തൊരു ഇൻസ്ട്രുമെന്റ് ആണ്. സ്പെല്ലിംഗ് നോക്ക്, PLOUGH ആണ് പ്ലോ. ഇനി അടുത്ത നോക്ക്, കൾട്ടിവേറ്റർ എന്താണ്? കൾട്ടിവേറ്റർ. അപ്പോ ഈ ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കോൺസെപ്റ്റ് റെഡിയല്ലേ മക്കളെ? പിടികിട്ടിയോ? ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ ഡെയിലി ലൈഫിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. അതിന് ഓരോന്നിനും ഓരോതിൻ്റെതായ മെക്കാനിസം കാര്യങ്ങൾ അവരെ കാണിച്ചു വെക്കുന്നുണ്ട്, കാഴ്ച വെക്കുന്നുണ്ട്. സോ യു ആർ റെഡി? സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരെ കുറിച്ച് അറിഞ്ഞാലോ മക്കളെ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? എന്നാവാ? സോ
ഹോ ഫസ്റ്റ് ടൂൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മക്കളെ? ഹോ. അപ്പം പ്രിപ്പറേഷൻ ഓഫ് സോയില് നമുക്ക് ഫസ്റ്റ് ടൂൾ ആരാണ്? ഹോ ആണ്. എന്താണ് മക്കളെ? ഹോ ആണ്. സോ നോക്കാം അത് എങ്ങനെയാണ് ഹോ ഉപയോഗിക്കുന്നതും അതിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. റെഡി അല്ലേ മക്കളെ? സോ നോക്ക്, ഇറ്റ് ഈസ് എ സിമ്പിൾ ടൂൾ. ഇറ്റ് ഈസ് എ എന്താണ്? ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൂളാണ്. വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് വീഡ്സ് ആൻഡ് ഫോർ ലൂസനിങ് ദ സോയിൽ. എന്തൊക്കെയാണ്? റിമൂവിങ് വീഡ്സും അതേപോലെ ലൂസനിങ് ഓഫ് സോയിലും. റിമൂവിങ് വീഡ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ലൂസനിങ് ഓഫ് ദി സോയിലിന് വേണ്ടിയിട്ടാണ്. സോ എന്താണ് മക്കളെ ഹോ എന്ന് പറയുന്നത്? ഹോ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. സിമ്പിളാണ്, പവർഫുൾ ആണ് അല്ലേ? അതേപോലെ എന്താണ്? യൂസ്ഡ് ഫോർ വാട്ട്? റിമൂവിങ് വീഡ്സ് ആണ്. റിമൂവിങ് എന്താണ്? വീഡ്സ്. സോ വാട്ട് ഈസ് ദാറ്റ്? റിമൂവിങ് വീഡ്സ് ആണ്. ഫോർ റിമൂവിങ് വീഡ്സ്. വീഡ്സ് റിമൂവ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടോ മെയിൻ ആയിട്ടൊരു പോയിന്റ് ആണ് ലൂസനിങ് ഓഫ് ദി സോയിൽ. മക്കളെ എന്താണ്? ലൂസനിങ് ഓഫ് ദി സോയിൽ ആണ്. ലൂസനിങ് ഓഫ് സോയിൽ. ആ പേര് തന്നെ മനസ്സിലാവല്ലോ. സോയിൽ ഒന്ന് ലൂസ് ആക്കുക. ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് നിൽക്കുന്ന സോയിലിൽ ഒന്ന് ലൂസ് ആക്കി എടുക്കുക എന്ന കാര്യമാണ് നമ്മളെ ഹോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. കോൺസെപ്റ്റ് പിടികിട്ടിയ മക്കളെ? സോ ഹോ ക്ലിയർ അല്ലേ? ഇനി നോക്ക്. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് വീഡ്സ് ആൻഡ് ഫോർ ലൂസനിങ് ദ സോയിൽ. ക്ലിയർ അല്ലേ പോയിന്റ്സ്? അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പരിചയപ്പെട്ടാലോ? വാ. ഇറ്റ് ഹാസ് എ ലോങ് റോഡ് ഓഫ് വുഡ് ഓർ അയൺ. ഒരു ലോങ് റോഡ് ഉണ്ടാവും. ഒരു ലോങ് റോഡ് ഓഫ് വുഡ് ഓർ അയൺ. അയൺ കൊണ്ടോ അല്ലെങ്കിൽ വുഡ് കൊണ്ടോ ഉണ്ടായ റോഡ് ഉണ്ടാവും. സോ ഇറ്റ് ഹാസ് എന്താണ്? റോഡ് വിത്ത് വുഡ് അല്ലെങ്കിൽ വുഡ് ഓർ അയൺ. അപ്പോൾ വുഡ് കൊണ്ടോ അല്ലെങ്കിൽ അയൺ കൊണ്ടോ ഉണ്ടാകുന്ന എന്തുണ്ടാവും? റോഡ് ഉണ്ടാവും. അതിന് റോഡ് എന്ന് വെച്ചാൽ നമ്മളെ പിടിയെന്ന് ഉദ്ദേശിക്കുന്നില്ലേ? നമ്മുടെ കൈക്ക് ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് രീതിയിൽ. എ സ്ട്രോങ് ബോർഡ് ആൻഡ് ബെൻഡ് പ്ലേറ്റ് ഓഫ് അയൺ ഇസ് ഫിക്സ്ഡ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് ആൻഡ് വർക്ക് ലൈക്ക് എ ബ്ലേഡ്. ഇവിടെ ഒരു പ്ലേറ്റ് പോലെ, ഒരു ബ്ലേഡ് എന്ന രീതിയിൽ, ഒരു പ്ലേറ്റ് പോലുള്ള രീതിയിൽ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ ഉണ്ടാവുക ഏകദേശം. ഓക്കെ അല്ലേ? ഇതായിരിക്കും ആ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ പറയാം. ഓക്കെ, ഇത്ര തിക്നെസ് ഉണ്ടാവില്ല. നോക്ക് അതിന്റെ ഡയറക്റ്റ് സ്ട്രക്ചർ നോക്ക്. അതിന്റെ ഒരു ഗ്രിപ്പിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ ഹാൻഡിൽ ഉണ്ടാവും, പിന്നെ ആ പ്ലേറ്റ്, ആ ബെൻഡ് പ്ലേറ്റ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചിത്രം ഉണ്ടാവുക കമ്പാരിറ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓരോ പാർട്സ് ആയി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെച്ചതാണ്. ക്ലിയർലി മക്കളെ? സോ ഇറ്റ് ഹാസ് എ സ്ട്രോങ് ബോർഡ് ആൻഡ് ബെൻഡ് പ്ലേറ്റ് ഓഫ് അയേൺ. അയേൺ കൊണ്ട് ഉണ്ടാക്കിയ, നല്ല ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ എന്താണ് മക്കളെ? ഒരു പ്ലേറ്റ്, ഒരു ബ്ലേഡ് പോലുള്ള സാധനം. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ മസിൽ കൊടുത്ത് നമ്മൾ സോയിൽ ഡിഗപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ ബീറ്റൻ ചെയ്യുമ്പോൾ ആ തിക്ക് സോയിൽ റിമൂവ് ആയിട്ട് അത് ലൂസ് സോയിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മക്കളെ? സോ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ 1 ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ ഹോയെ അല്ലേ? ഹോയ് ഹോയ് ഹോ. സോ ഹോ റെഡി അല്ലേ മക്കളെ? സോ ഹോ എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് റെഡി അല്ലേ? ഇറ്റ് ഈസ് ഓൾസോ പുൾഡ് ബൈ ആനിമൽസ്. പല മൃഗങ്ങളും ഇത് പുള്ള് ചെയ്തിട്ട് കാണുന്നുണ്ട്. നമ്മുടെ എന്താ പറയാ, കാളയൊക്കെ, നമ്മുടെ ഇപ്പം എന്താ പറയാ, അങ്ങനെയുള്ള ബുള്ളക്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഒരു വലിയ സൈസായിട്ട് ഇത് കണക്ട് ചെയ്യും അതിന്റെ ബാക്കിലേക്ക്. എന്നിട്ട് അത് നടക്കും. നമ്മുടെ ഈ ബ്ലോക്സ് ഒക്കെ നടക്കുമ്പോൾ അതുവഴി ഇതിങ്ങനെ സോയില് തിക്ക് ലാൻഡ് ഇങ്ങനെ മാറി മാറി ലൂസായിക്കൊണ്ടിരിക്കും. ക്ലിയർ മക്കളെ? സോ ഇതാണ് അതിന്റെ ബിഹൈൻഡുള്ള കോൺസെപ്റ്റ്. ഹോയിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? ഇന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇറ്റ് ഹാസ് എ ലോങ് റോഡ് ഓഫ് വുഡ്. ഇറ്റ്സ് ഓൾസോ ഹാവിംഗ് വാട്ട്? എ സ്ട്രോങ്. എന്താണ് മക്കളെ? ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്തുണ്ട്? സ്ട്രോങ് ആൻഡ്
broad bend plate of iron കൊണ്ട് ഉണ്ടാക്കിയത്. ഫിക്സ്ഡ് എന്താണ് അതിന്റെ ഒരു എൻഡിലേക്ക്, ഫിക്സ്ഡ് അറ്റ് ഇറ്റ്സ് വൺ ഓഫ് ദി എൻഡ്, ഒരു എൻഡിൽ അത് ഫിക്സ് ചെയ്ത് വെക്കും. ഇറ്റ് ഈസ് ഓൾസോ പുൾഡ് ബൈ ഹും, ഇറ്റ് ഈസ് പുൾഡ് ബൈ ആനിമൽസ് ഓൾസോ, ആനിമൽസും അത് പുള്ള് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇവിടെ ഇതാ ഈ രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒരു ഹാൻഡിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ രണ്ട് രീതിയിൽ ഹാൻഡിൽ വെച്ചിട്ട് ഇവിടെ ഇതുണ്ടാവും, ഇവിടെ ഗ്രിപ്പും ഉണ്ടാവും, ഇവിടെ ഒരു ആനിമൽ, ഇവിടെ ഒരു ബുള്ളോക്ക് ആണെങ്കിൽ ബുള്ളോക്ക് വലിയ സൈസിലൊരു ബുള്ളോക്ക് വെച്ചിട്ട് നമ്മൾ അതിനിങ്ങനെ പുള്ള് ചെയ്ത് പോകുമ്പോൾ, ഇപ്പം ഞാനൊരു ബുള്ളോക്ക് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, എന്നുവെച്ചാൽ ഞാനിങ്ങനെ നടക്കുമ്പോൾ അതിങ്ങനെ പുള്ളി ചെയ്തിട്ട് പോകും. അപ്പോൾ എന്താവും, സോയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ മാന്തി എടുക്കുന്ന പോലത്തെ ഒരു കണ്ടീഷൻസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. കോൺസെപ്റ്റ് പിടികിട്ടോ മക്കളെ? ക്ലിയർ അല്ലേ? സോ റെഡി അല്ലേ? ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ മക്കളെ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹോളി ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഒന്നും കൂടി നോക്കാം. ഇറ്റ് ഈസ് എ സിമ്പിൾ ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് വീഡ്സ് ആൻഡ് ഫോർ ലൂസനിങ് ദ സോയിൽ. ഇറ്റ് ഹാസ് എ ലോങ് റോഡ് ഓഫ് വുഡ് ഓർ അയൺ. ഇറ്റ് ഹാസ് എ ലോങ് റോഡ് ഓഫ് വുഡ് ഓർ അയൺ. ക്ലിയർ അല്ലേ? എ സ്ട്രോങ് ബോർഡ് ആൻഡ് ബെൻഡ് പ്ലേറ്റ്. കുറച്ച് ബെൻഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ്, ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ആ പ്ലേറ്റ് നമ്മൾ സൈഡ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ ഒരു രീതിയിലാണ് ആ ബെൻഡിങ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ റോഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് കൈ കൊണ്ടും വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ എന്താ പറയുക, ആനിമൽസിനെ കൊണ്ട് വലിപ്പിക്കുക, നമ്മൾ ബുള്ളോക്സിനെ കൊണ്ടും ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് അത് ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ആണ് നമ്മുടെ ഹോന്റെ പേർപ്പസും ഹോന്റെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്, ഹോ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ്. സോ ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് പുൾഡ് ബൈ ആനിമൽസ്. ഇറ്റ്സ് വൺ എൻഡ് എന്ന ഒരു ബ്ലേഡ് പോലെ ഉണ്ട്, ഒരു എൻഡ് ഉണ്ട്. അത് സ്ട്രോങ് ആണ്, ലോങ് റോഡ് ഓഫ് വുഡ് കൊണ്ട് ഉണ്ടാക്കിയത്. റിമൂവിങ് വീഡ്സും റിമൂവിങ് ഓഫ് ദി സോയിൽ, ഇതാണ് അതിൻ്റെ മെയിൻ പർപ്പസും അതിൻ്റെ മെയിൻ ഫംഗ്ഷനും. ഇത്രയും കാര്യങ്ങൾ ഡൗട്ടില്ലല്ലോ മക്കളെ? ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നോക്ക് അടുത്ത് എന്താണ് നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട, നമ്മൾ തുടങ്ങുമ്പോൾ പരിചയപ്പെട്ട ഒരാളല്ലേ, ആരാണ്? പ്ലോ. പ്ലോ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഇൻസ്ട്രുമെന്റിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാകുക, കണ്ടോ? നല്ലൊരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. മെയിൻലി ഫാമേഴ്സ് ആനിമൽസ് ഉപയോഗിച്ചിട്ടും ഹ്യൂമൻസും അല്ലാണ്ടും ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഇൻസ്ട്രുമെന്റ് നമുക്ക് കാണാൻ പറ്റാം, ഈ രീതിയിലുണ്ടാവും. സോ പ്ലോ ഈസ് എന്താണ്? ഇസ് എ ഫാം ടൂൾ ഫോർ ലൂസനിങ് ഓർ ടേണിങ് ദ സോയിൽ ബിഫോർ സോയിങ് സീഡ്. സെയിം പേർപ്പസ് തന്നെയാണ്. എന്താണ് പ്ലോ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ ഫാം ടൂൾ. അതൊരു ഫാം ടൂളാണ്. അപ്പം ഒരു ഫാം ടൂൾ ആണ്. എന്തിന്? പ്രിപ്പറേഷൻ ഓഫ് സോയിൽ ബിഫോർ സോയിങ്. സോയിലിംഗ് ചെയ്യുമ്പോൾ ടേണിംഗ് ദ സോയിൽ ബിഫോർ സോയിങ് സീഡ് ഓർ പ്ലാന്റിംഗ്. പ്ലോ ഈസ് ട്രഡീഷണലി ഡ്രോൺ ബൈ ഓക്സൺ ആൻഡ് ഹോഴ്സസ്. ഓക്സണും അതേപോലെ തന്നെ ഹോഴ്സസുമാണ് അവ ട്രഡീഷണലി അത് യൂസപ്പ് ചെയ്യുന്നത്, അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഫാമേഴ്സ്. സോ എന്തൊക്കെയാണ് നമ്മൾ നേരെ പോയാലോ? ഓക്കെ അല്ലേ മക്കളെ? പ്ലോ ഈസ് എ ഫാം ടൂൾ ഫോർ ലൂസനിങ് ഓർ ടേണിംഗ് ദ സോയിൽ ബിഫോർ പ്ലാന്റിംഗ് അല്ലെങ്കിൽ സോയിങ് സീഡ്. അപ്പൊ എന്താണ് പ്ലോ എന്ന് പറഞ്ഞത്? എന്താണ് മക്കളെ? ഒരു ഫാം ടൂളാണ്, നമുക്കറിയാം. ഫാം ടൂൾ അല്ലേ അത്? പിന്നെ എന്തൊക്കെയാ പർപ്പസ് ഉണ്ട് അതിന്? ഫോർ ലൂസനിങ് ഓഫ് സോയിൽ, ലൂസനിങ് ഓഫ് സോയിൽ ആൻഡ് ടേണിംഗ് ഓൺ ദ സോയിൽ ബിഫോർ എന്താണ്? സോയിങ് സീഡ്. ബിഫോർ സോയിങ് സീഡ്. സീഡ് സോയിങ് ചെയ്യുന്നതിന് മുന്നോ അല്ലെങ്കിൽ പ്ലാന്റിങ് ചെയ്യുന്നതിന് മുന്നെയോ നമ്മൾ ചെയ്യുന്ന ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് പ്ലോയിങ്. ഇത് സെയിം ആരാണ് വലിക്കുക? ആനിമൽസ് ആണ് ട്രഡീഷണൽ ആയിട്ട് അത് യൂസ് ചെയ്യുക. ആനിമൽസ് ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. ഈ ഒരു മെക്കാനിസം തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സോ പ്ലോ ഈസ് എ ഫാം ടൂൾ ഫോർ ലൂസനിങ് ദ സോയിൽ
or turning the soil before sowing seeds. Seeds sowing in the time ആവുമ്പോഴത്തേക്കും. Plow were traditionally drawn by ആരാണ്? Plows were traditionally drawn by oxen and horses. Oxenum horsesum ആണ്. So plow was drawn by number 1 ആരാണ്? Oxen. Number 2 horses. ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് പിടികിട്ടിയോ മക്കളെ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? റെഡി അല്ലേ മക്കളെ? സോ ഇതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? സോ എന്താണ്? പ്ലോ ഈസ് എ ഫാം ടൂൾ ഫോർ ലൂസനിങ് ഓർ ടേണിംഗ് ദ സോയിൽ ബിഫോർ സോയിങ് സീഡ് ഓർ പ്ലാന്റിങ്. Plow were traditionally owned by what? Traditionally drawn by ആരാണ്? ഓക്സനും അതേപോലെ തന്നെ ഹോഴ്സസും. അപ്പൊ ഇതാണ് അതിന്റെ സ്ട്രക്ചർ. വി ഹാവ് എ ഒരു വുഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വുഡൻ ആയിട്ടുള്ള രീതി തന്നെയാണ്. ഇത് കണ്ടോ ഇതിന്റെ സ്ട്രക്ചർ? ഇത് ഡൗൺവേർഡ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ ഒരു പാർട്ട് സോയിൽ ഉണ്ടാവും. അപ്പോൾ ഇതിനെ വലിയുമ്പോൾ നമ്മുടെ സോയിൽ ഉണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ രീതിയിൽ ഇവിടെ പ്ലാന്റിങ്ങിനെ ചെയ്യാം, അല്ലെങ്കിൽ സീഡ് ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. അപ്പോൾ ഇത് ബുള്ളോക്സോ അല്ലെങ്കിൽ ഓക്സനോ അല്ലെങ്കിൽ ഹോസസോ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടല്ലേ നിങ്ങൾ ഇതേപോലുള്ള ഒരു 3-4 സെയിം സാധനങ്ങൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. എന്നുവെച്ചാൽ അത് ഈ ബുള്ളോക്സിന്റെ ബാക്കിൽ കണക്ട് ചെയ്തിട്ട് അവരോട് നടക്കാൻ പറയും. അവർ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് ലാൻഡിൽ കിട്ടും. അതുകൊണ്ട് എന്താ യൂസ്ഫുൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ലൈൻ ബൈ ലൈൻ അറേഞ്ച്മെന്റ് ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഓരോ സീഡോ അല്ലെങ്കിൽ സീഡ് സാപ്ലിങ്സോ സീഡിങ്സോ ഒക്കെ നമുക്ക് പ്ലാന്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ ഒരു കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റല്ലേ? ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് പ്ലോയില്. ഓക്കെ അല്ലേ? പ്ലോന്റെ കേസ് ഓക്കെ അല്ലേ? അല്ലേ മക്കളെ? പ്ലോന്റെ കേസ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്ലോയില് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്ലോന്റെ കേസിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ആളെ കുറിച്ച് പഠിക്കാം. ആരായിരിക്കും? കൾട്ടിവേറ്റർ. മക്കളെ എന്താണ് കൾട്ടിവേറ്റർ? ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ നൗ ഡേയ്സ് പ്ലോയിങ് ഈസ് ഡൺ ബൈ ട്രാക്ടർ ഡ്രിവൺ ബൈ കൾട്ടിവേറ്റർ. അപ്പോൾ ട്രാക്ടർ ഡ്രിവൺ ബൈ കൾട്ടിവേറ്റർ. യൂസ് ഓഫ് കൾട്ടിവേറ്റർ എന്താണ്? ലേബറും ടൈമും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു ഡ്രൈവർ ഉണ്ടാവും, ഇവിടെ ഒരു ഡ്രൈവർ ഉണ്ടാവും. അദ്ദേഹം ഈ ട്രാക്ടർ ഉപയോഗിച്ചിട്ട് കൾട്ടിവേറ്റർ എന്ന് പറഞ്ഞ മെഷീനും ആ രീതിയിൽ ആ കൾട്ടിവേറ്റർ നമ്മൾ മെയിനായിട്ട് പറയുന്നത് അത് വെച്ച് ട്രാക്ടറിൽ അത് അറ്റാച്ച് ചെയ്തിട്ട് അത് നമ്മൾ ലാൻഡിലൂടെ അങ്ങ് ഓടിച്ചു വിടുക. ആ ടൈമിൽ ഓടിക്കാൻ അറിയണം അത് പ്രോപ്പറായിട്ട് ആ രീതിയിൽ വേണ്ട രീതിയിൽ അവർക്ക് ആ ഒരു പാറ്റേണിലോ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ഡ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ രീതിയിൽ ലാൻഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അഥവാ സോയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടത്. മെയിനായിട്ട് ഈ കാലങ്ങളിൽ നമ്മൾ ട്രാക്ടർ ഒക്കെ വന്ന ടൈമിലാവുമ്പോൾ പ്ലോയിങ് ഈസ് ഡൺ ബൈ ട്രാക്ടർ ഡ്രിവൺ ബൈ കൾട്ടിവേറ്റർ. ട്രാക്ടർ ഡ്രിവൺ ബൈ വാട്ട്? കൾട്ടിവേറ്റർ. അപ്പൊ നമ്മൾ കൾട്ടിവേറ്ററെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? യൂസ് ഓഫ് കൾട്ടിവേറ്റർ സേവ്സ് ലേബർ ആൻഡ് ടൈം. ലേബറും ടൈമും അവിടെ സേവ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമറിന് ഇങ്ങനെ ഒരു ട്രാക്ടർ കണക്റ്റഡ് വിത്ത് കൾട്ടിവേറ്റർ വാങ്ങി വെച്ചാൽ എന്തൊക്കെ യൂസ്ഫുൾനെസ് ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് ടൈം ലാഭിക്കാം. ഒരു ലേബർ ഉപയോഗിച്ചിട്ട് 6 ദിവസം ചെയ്യേണ്ട പണി ഈ ട്രാക്ടർ ഉപയോഗിച്ച് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മാക്സിമം പോയാൽ 2.5 ദിവസം, അത്രയേ വേണ്ടുവരുള്ളൂ. അപ്പോൾ പൈസ ലാഭിക്കാം, അതേപോലെ തന്നെ ലേബറിന്റെ ആവശ്യവുമില്ല. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടണ്ട, ലേബർ ഇല്ലാണ്ട് നമ്മുടെ പണി മുടങ്ങിപ്പോവോ എന്നൊരു പേടിയൊന്നും വേണ്ട. ലേബർ ചാർജ് കൊടുക്കണ്ട. ഈ ചാർജിന് ഈ ഒരു ടൈമിൽ നമുക്ക് പെട്രോൾ അടിച്ച് അതിന് അല്ലെങ്കിൽ ഡീസലോ എന്ത് വേണോ ഒരു ഫ്യൂൽ അതിന് കൊടുത്താൽ മതി. പിന്നെ ഇത്രയും കാര്യങ്ങളാവുമ്പോൾ നമുക്ക് മെയിനായിട്ട് ലൈഫിൽ മുന്നോട്ട് അടുത്ത ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൾട്ടിവേറ്ററെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ കൾട്ടിവേറ്ററിനെ കുറിച്ച്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്താലോ? ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ. നോക്ക്, പ്ലോയിങ്, ഈ ഒരു പ്രാക്ടീസ് പ്ലോയിങ്ങും ടില്ലിങ്ങും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യണം. പ്ലോയിങ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? പ്ലോയിങ് ശ്രദ്ധിച്ചോ, പ്ലോയിങ് എന്താണ്?
It is a practice of loosening of the soil using a plow or a tractor അല്ലെങ്കിൽ ഹോ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പറയാം. സോ ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ലൂസനിങ് soil using a plow or tractor. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം മക്കളെ, പ്ലോയിങ് എന്ന് പറഞ്ഞ പ്രോസസ്. ഒന്നിക്കില്ലെങ്കിൽ നമ്മൾ കൾട്ടിവേറ്റർ ഉപയോഗിച്ചിട്ടോ ട്രാക്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് പ്ലോ അല്ലെങ്കിൽ ഹോ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാം മക്കളെ, പ്ലോയിങ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? പ്ലോയിങ് ക്ലിയർ അല്ലേ? സോ ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ലൂസനിങ് ഓഫ് സോയിൽ യൂസിങ് പ്ലോ ആൻഡ് എ ട്രാക്ടർ അല്ലെങ്കിൽ ഒരേ ട്രാക്ടർ. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് മക്കളെ? സെറ്റിൽ അല്ലേ? ഓക്കെ. ഇനി ടില്ലിംഗ് നോക്ക്. ഇറ്റ് ഈസ് എ ലെവലിംഗ് ഓഫ് ദി സോയിൽ. ടില്ലിംഗ് എന്ന് പറയുമ്പോൾ ലെവലിംഗ് ഓഫ് ദി സോയിൽ, അതായത് നമ്മൾ ചെയ്ത് ഇങ്ങനെ ഉഴുതിട്ട് പിന്നെ ഒന്ന് ലെവലപ്പ് ചെയ്യാം. സോയിൽ ഒന്ന് ഈ എന്താ പറയാ പാർട്ടിക്കിൾസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയ സാധനം ഒന്ന് സോയിൽ ഒന്ന് പ്രസ്സാക്കി വെക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇറ്റ് ഈസ് ദ ലെവലിംഗ് ഓഫ് ദി soil by a plank driven by oxen or tractor to prevent soil erosion. സോയിൽ ഇറോഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക മക്കളെ, ടില്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പൊ ടില്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്തിനാണ് ചെയ്യുന്നത്? സോയിൽ ഇറോഷൻ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടില്ലിംഗ് എന്ന് പറഞ്ഞ ഒരു മെക്കാനിസം പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ നോക്ക്, ടില്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് പറയുമ്പോൾ നമ്മുടെ സോയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലോ ചെയ്തപ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കാണ്. അപ്പൊ ഇതൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് ഇതിനിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സോയിൽ ഇങ്ങനെ പ്രസ് ചെയ്യപ്പെടുമ്പോൾ അത് ലാൻഡിൽ തന്നെ കിടന്നോളും. അപ്പൊ സോയിൽ ഇറോഷനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, സോയിൽ ഇറോഷനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്, ടില്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് ഒരു പ്ലാങ്ക്, ഇറ്റ്സ് എ പ്ലാങ്ക് ഡ്രിവൺ ബൈ ഓക്സൺ ട്രാക്ടർ. അത് ഒന്നിക്കില്ലെങ്കിൽ ഒരാൾ ഒരു ട്രാക്ടറിൽ ഇരുന്നിട്ട് അയാൾക്ക് നമ്മുടെ ടില്ലിംഗ് മെഷീൻ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓക്സോ അല്ലെങ്കിൽ ബുള്ളോക്കോ അല്ലെങ്കിൽ ഹോസോ ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാവുന്ന ഒരു പ്രോസസ്സ് ആണ് എന്ന് മക്കളെ ടില്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ടില്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്ലിയർ അല്ലേ? ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ മക്കളെ? ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ ടില്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്? ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ ടില്ലിംഗ്? ഓക്കെ.